ഓക്കെ. മാം, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നേരത്തെ ഒത്തിരി നെഗറ്റീവ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താ ഒത്തിരി നെഗറ്റീവ്സ് മാത്രം. ഇപ്പൊ സോൾ സാറ് പറഞ്ഞ പോലെ നെഗറ്റീവ്സ് മാത്രം കണ്ടുപിടിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോ എനിക്കത് പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ അങ്ങനെ നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ട് തീരുന്ന ദിവസങ്ങൾ അങ്ങനെയാണ് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൗൺസിലർ ആയിട്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവര് കുട്ടികളാണെങ്കിലും എന്റെ അടുത്ത് വന്ന് വീണ്ടും വീണ്ടും വരും ഭയങ്കര. പക്ഷെ അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്റെ ലൈഫിലോ എനിക്ക് ഒട്ടും അത് ഉപകാരപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ വന്ന് പല പ്രാവശ്യം ഞാൻ മാമിന്റെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും മാമിന്റെ ക്ലാസ് എപ്പോ കണ്ടാലും ഞാൻ അതിൽ കയറാം. അത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന പോലെ എനിക്ക്. അപ്പൊ കൂടുതൽ എനിക്ക് എന്താ, ഇപ്പൊ മക്കളോട് തന്നെ എപ്പൊ എന്ത് കാര്യം ഉണ്ടായാലും വീട്ടില് ഹസ്ബൻഡിനോടാണെങ്കിലും പോസിറ്റീവായിട്ട് എന്ത് കാര്യം വരുമ്പോഴും അതല്ല അങ്ങനെയല്ല, അത് ഇങ്ങനെ 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 വരും എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് സൈഡ് അതിന്റെ എടുക്കാനായിട്ട് എനിക്ക് എപ്പോഴും പറ്റുന്നുണ്ട്. ഞാൻ കുട്ടികളോട് അത് എപ്പോഴും പറയായിരുന്നു, എന്ത് നെഗറ്റീവ് സംഗതി വന്നാലും അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അത് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറാൻ നോക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ എനിക്കതൊരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മാമിന്റെ ഒരു സപ്പോർട്ടിൽ കൂടെ എനിക്ക് പതുക്കെ പതുക്കെ അതില് അങ്ങോട്ട് നന്നായിട്ട് ഇപ്പൊ എനിക്ക് അത് കോൺഫിഡൻസോട് കൂടി കുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റുന്നുണ്ട്. അത് പറയണ വെച്ചാ, ഞാൻ മാമിന്റെ റീൽസ് കണ്ട് കണ്ട്, കാരണം ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു 80% കാര്യങ്ങളും മാം പറയുന്ന റീൽസിൽ കൂടെ ഞാൻ എപ്പോഴും അതാണ് എനിക്ക് മാമിനോട് താല്പര്യം തോന്നി. പക്ഷെ അത് എന്റെ ലൈഫിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ മാം പറയുന്നത് അതുകൊണ്ടാണ് മാമിലോട്ട് കൂടുതൽ അടുക്കാനും ആ റീൽസ് ഒന്നുപോലും കാണാതെ ഞാൻ എന്നും ഞാനത് കാണാൻ ശ്രമിക്കുകയും പിന്നെ ക്ലാസ്സിന്ന് ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ അതിൽ കയറി. അങ്ങനെ ആ ഒരു ഇഷ്ടം തോന്നിയത് അതുകൊണ്ട് തന്നെയാണ്. എന്റെ എന്റെ ആ ഒരു ഇതിലോട് ഒത്തിരി അടുപ്പം തോന്നിയോണ്ടാണ്. പക്ഷെ അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഇപ്പോഴെനിക്ക് ഒത്തിരി ഒത്തിരി വ്യത്യാസം എന്റെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. മക്കളോടാണെങ്കിലും എന്ത് കാര്യം സംസാരിക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ് മാത്രം പറഞ്ഞ ആ ഒരു ഭയങ്കര ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് ഞാൻ എപ്പോഴും, ഇപ്പൊ ഞാനത് എഴുതുമ്പോ ഒക്കെ ഞാനത് ഓർക്കുമായിരുന്നു.